ബ്രഹ്മോപദേശം എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവിന് ശുകമഹർഷി അവസാനം നൽകുന്ന ഭാഗവത്തിന്റെ ഏറ്റവും ചെറിയൊരു അധ്യായം. ആചാര്യന്മാര് സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ഗുരുനാഥന്മാരുടെ കൂടെ പോകുന്ന സമയത്ത് ഭാഗവതം വായിക്കാനായിട്ട് ഞങ്ങള് കുതിച്ചിട്ടുണ്ട്. അതെന്താ? ഇന്നത്തെ പോലെ തോന്നിയ പോലും തരില്ല. അനവധി കാലം പിന്നാലെ നടന്ന് കുറെ കേട്ടു. നമുക്ക് അങ്ങോട്ട് എന്താ പറയാ, യോഗ്യത ഉണ്ടെന്ന് ഉറപ്പാവുമ്പോഴാണ് ഒരു അധ്യായമൊക്കെ വായിക്കാൻ തരിക. അനവധി കാലം ഒപ്പം പൂജയ്ക്കോ അങ്ങനെയൊക്കെ നടന്നിട്ടേ അനവധി കാലം മോഹിക്കും എന്നാ ഒരു അധ്യായം വായിക്കാനായിട്ട് പറയാം നമുക്ക് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഭാഗവത പുസ്തകം എടുത്തിട്ട് തപ്പി നോക്കും, ചെറിയ അധ്യായം എവിടെയാ, അതല്ലേ തരുള്ളൂ നമുക്ക്. അതിന് നമുക്ക് സങ്കടമുണ്ട്, എന്ത് പഴനുറുക്ക കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാറുണ്ട്. അങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് ഏഴാം ദിവസം ചെറിയ അധ്യായം ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മളെ നോക്കിയിരിക്കുക, അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് തരൂല്ല. കാരണം അത് ആചാര്യന്മാരെന്നെ വായിക്കും. ആ ബ്രഹ്മോപദേശമല്ലേ, പ്രധാനമായിട്ടുള്ള അധ്യായമല്ലേ അവര് വായിക്കുകയും ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ അങ്ങനെ ഇതിപ്പോ ചെറിയ അധ്യായമായിട്ട് നമുക്ക് കിട്ടാനുള്ള അധ്യായം അല്ല എന്ന് മനസ്സിലായത്. ഏറ്റവും ചെറിയ അധ്യായമാണെങ്കിലും ഭാഗവതത്തിന്റെ മുഴുവൻ സാരം ഒതുക്കി വെച്ചിരിക്കുന്ന ബ്രഹ്മോപദേശം ഇതന്നെയാണ് ആദ്യം ചുരുക്കി പറയുന്നത്. അഹമേവാസം ഏവാഗ്രേ നാന്യദ്യൽ സദസൽപരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. ഭഗവാൻ തന്നെ ആദ്യം 4 ശ്ലോകത്തിൽ ഭാഗവതമായിട്ട് ഉപദേശിച്ചത് ഇത് തന്നെയാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രമേ ഇന്നുള്ളൂ, ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാമരൂപാത്മകമാവുന്ന പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ മാത്രമാണ്, ഇപ്പോഴും ഞാൻ മാത്രമാണ്, ഇനി ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ലോകത്തിന്റെ ഊടുംപാവുമായിട്ടിരിക്കുന്ന പരമചൈതന്യം ഭഗവാൻ തന്നെയാണെന്ന്. ഊടുംപാവും അത് ഓതം പ്രോതം എന്നാണ്. ഓതം പ്രോതം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഊടുംപാവും. അതായത് ഒരു വസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 തരത്തിലുള്ള നെയ്ത്ത് വരില്ലേ, ഓതം പ്രോതമായിട്ടുള്ള 2 തരത്തിലുള്ള നൂലുകൾ കൂട്ടിങ്ങനെ വരുമ്പോഴാണ് വസ്ത്രമാവുന്നത്. പലപ്പോഴും നമ്മൾ കടയിൽ പോയിട്ട് പറ്റിക്കപ്പെടാറുണ്ട്. കടയിൽ പോയി അപ്പോൾ എന്താ വാങ്ങാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒന്നിൻ്റെ പേര് പറയൂ, ചുരിദാർ ആയിക്കോട്ടെ. ചുരിദാർ എടുക്കാനായിട്ട് പോയപ്പോഴാണ് എന്താ വില ചോദിച്ചു, 750 റുപ്യ. എന്നാ വേണ്ട. അപ്പോഴേക്കും നിൽക്കും നിങ്ങളായതുകൊണ്ട് കുറച്ച് തരാം, ആദ്യമായിട്ട് പോവാം, അമ്മയമ്മറ്റല്ലേ ആദ്യമായിട്ട് ചിലപ്പോൾ കുറച്ച് തരാനായിട്ട്. എന്നാലും പറഞ്ഞു നിങ്ങളായതുകൊണ്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എത്ര കുറച്ച് തരും? 2 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 50 രൂപ വീതം കുറച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെയും കൂടുതൽ എടുത്താലോ? ചിലർ ചോദിക്കാറുണ്ട്, എത്ര എടുത്താലോ ഫ്രീ ആയിട്ട് തരിക, പിന്നെ അത്ര എടുത്ത് പോന്നാൽ മതിയല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ എന്തായാലും ഒരു 10-20 എണ്ണമൊക്കെ എടുത്തു പോന്നു. 250 വീതം കുറച്ച് 500 റുപ്യക്ക് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ, എന്ത് ലാഭമാണെന്നറിയോ. അപ്പൊ അവര് പൊട്ടിച്ചിരിച്ചു പോയി. ഇന്നലെ ഞങ്ങൾ പോയിട്ട് 450 റുപ്യക്ക് വാങ്ങിയ സാധനം അതാണ് ഇപ്പോ 500 റുപ്യക്ക് തന്നത്. വിചാരിച്ചത് 250 റുപ്യ ഓരോന്നിനും കുറഞ്ഞു എന്നാ വിചാരിച്ചത്. പക്ഷെ 50 റുപ്യക്കാണ് പറ്റിക്കപ്പെട്ടത്. എന്തുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു? ഇതിന്റെ എന്താണ് ഘടകം എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇത് ഈ മെറ്റീരിയൽ എന്താണ്, ഇതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ എന്ത് ചെലവ് വരും എന്നൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട്, അതിന്റെ ഓതം പ്രോതം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്. ഇതുപോലെ ഈ ലോകത്തിൽ നമ്മൾ ദുഃഖിക്കപ്പെടുന്നുവെങ്കിൽ, നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഊടുംപാവുമായത് ഭഗവാനാണെന്ന് ബോധ്യം വരാത്തത് കൊണ്ട്. ബോധ്യം വന്നാലോ നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ കഴിയും. ഇപ്പൊ ടെൻഷനില്ലേ, എപ്പോഴും ആനന്ദം. അത് ബോധ്യം വരാത്തോടത്തോളം കാലം ഈ ലോകത്തിലെ എന്തും പ്രശ്നമാണല്ലോ, എന്ത് നോക്കിയ കുറ്റം പറയാൻ തോന്നും. അവിടെ പ്രശ്നമാണല്ലോ, ഇവിടെ പ്രശ്നമാണല്ലോ എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. അവിടെ എന്താ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ നമ്മൾ നല്ലത് കാണാൻ നോക്കിയാലോ ഒക്കെ നല്ലതായിട്ട് കാണാം. അതിൽ കാണേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ഒക്കെ നല്ലതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒക്കെ ചീത്തയുള്ളൂ. ചിലതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം കേട്ടോ. രാത്രി നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ വല്ല പ്രസാദവും ഒക്കെ വാങ്ങിയിട്ടും ഒക്കെ അലങ്കോലായി കിടന്നിരുന്നു. ഇവിടെയൊക്കെ പ്രഭാതമായപ്പോൾ കൃത്യം അതാ ഭഗവാൻ വന്ന് വൃത്തിയാക്കിയതാണോ? അല്ലല്ല, രാത്രി 1 മണി വരെ 2 മണി വരെ ഓരോരുത്തർ സംഘാടകർ ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് ഇവിടെ വൃത്തിയായത്. നമുക്ക് പിന്നെ എന്തെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇന്നലെ യാദൃശ്ചികമായിട്ട് രാത്രി 1 മണി സമയത്ത് ഇവിടെ വന്നു. അപ്പോഴാണ് ഇവിടെയും പിന്നെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം.
ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നല്ലത് മാത്രമേ കാണുന്നുള്ളൂ, ചീത്തൊന്നും കാണാനില്ല. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ കുറ്റം പറയേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ കുറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുറമേക്ക് കാണുന്നത്. ഈ ലോകത്തിന്റെ ഊടുംപാവും എന്താണ്? ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിയലാണ് ബ്രഹ്മോപദേശത്തിലൂടെ സാധിക്കുന്നത്. അഹമേവാസം എന്ന് നേരത്തെ പറഞ്ഞത് അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം. ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള പരമചൈതന്യം ഞാൻ തന്നെയാണ് എന്ന് ബോധിക്കണം. ഇന്ന് നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുഷ്ണാത്മന, ഞാൻ എന്നുള്ള ഈ അഹങ്കാരത്തിൽ, ഞാൻ എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട്, ഈ അഹങ്കാരത്തിൽ ഞാൻ എന്നുള്ള വിചാരത്തോട് കൂടി ജീവിക്കുന്നവരാണ്. അതിൽ പ്രധാനമായത്, സൂക്ഷ്മ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ളത് മനസ്സാണ്. ഈ മനഃപരം കാരണമാമനന്തി, മനസ്സാണ് എല്ലാത്തിനെയും കാരണമായത്. ഈ ലോകത്തിലെ സൃഷ്ടി, ജന്മത്തിനും കാരണം മനസ്സാണ്, അല്ലെങ്കിൽ മരണത്തിനും കാരണം മനസ്സാണ്, അല്ലെങ്കിൽ അഹങ്കാരം എന്ന് മറ്റൊരു ഭാഷയിലും പറയും, സൂക്ഷ്മ ശരീരം എന്ന് പറയാം. അതിൽ പ്രധാനമായിരിക്കുന്നത് മനസ്സാണ്. ഇതാണ് ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണം. അപ്പൊ മനസ്സാണ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മുഴുവൻ ഇല്ലാതെയായി. മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത. ഇവിടെയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും മനസ്സ് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അനുഷ്ഠാനങ്ങളും. വാസുദേവ അനുചിന്തയാ, ആ വാസുദേവ അനുചിന്ത കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയും. അപ്പൊ കുറച്ച് ബുദ്ധിയും അതിനുവേണ്ടി ഉപയോഗിക്കണം. ആകാശം ഒന്നേ ഉള്ളൂ. ആ ആകാശത്തിൽ ഒരു കുടം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശത്തിലെ മഠാകാശത്തിലെ ഒരു ഘടം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഠാകാശമായി, പിന്നെന്തായി? ഘടാകാശമായി. മൺകല കൊടുത്തു വെച്ചത് ഒരു വടിയെടുത്തൊരു അടി കൊടുത്താലോ രണ്ടാകാശവും ഒന്നായി. രണ്ടാകാശം ഒന്നാവാൻ വേറെ ഉണ്ടായിരുന്നോ? ഒരാകാശമല്ലോ. നമ്മൾ വേറെന്ന് മതില് കെട്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നായി. ഇതുപോലെ പരമചൈതന്യം, ആ പരമാത്മ സ്വരൂപമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വേറെ വേറെ എന്നുള്ള അജ്ഞാനം കൊണ്ട് സങ്കുചിതമായ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ വരുന്നത്. ഈ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാൻ വാസുദേവ അനുചിന്തയ, ആ വാസുദേവാനുചിന്ത കൊണ്ട്, ഭഗവൽ ഭക്തി കൊണ്ട്, ആ ഭഗവൽ ഭക്തിയിലൂടെ വിരക്തി ഉണ്ടാവും, ജ്ഞാനം ഉദിക്കും. ആ വിജ്ഞാനം കൊണ്ട്, അനുഭവജ്ഞാനം കൊണ്ട് സാധിക്കും എന്ന് ബോധിപ്പിക്കുന്ന ബ്രഹ്മോപദേശമാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ വിഷയം. അതിലേക്ക് എത്തിക്കാനായിട്ട് എത്രയോ ഉപദേശങ്ങൾ ഇവിടെ നടത്തി. ഭാഗവതത്തിൽ ആദ്യം മുതല് 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തില് 3 മുതൽ 12 സ്കന്ധങ്ങൾ കഴിയുന്നവരെ 10 ലക്ഷണങ്ങളെ പ്രതിപാദിക്കുന്നു. അവസാനത്തെ ലക്ഷണം ഉറപ്പിക്കാനാണ് ബാക്കിയുള്ള 9 ലക്ഷണങ്ങളും. അവസാനത്തെ ലക്ഷണം എന്താണ്? ഉറങ്ങിയില്ലല്ലോ. അവസാനത്തെ ലക്ഷണം ആര്? ആശ്രയം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, നിരോധം, മുക്തി, ആശ്രയം. മുക്തി കഴിഞ്ഞിട്ട് ഒരു ലക്ഷണം കൂടി ഉണ്ടെന്ന്. ഏകാസ്കന്ധത്തിന്റെ ലക്ഷണം മുക്തി എന്നായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് ആശ്രയം, എല്ലാത്തിനും ആധാരമായത് ഭഗവാൻ തന്നെയാണെന്ന്. ആ 10ാമത്തെ ലക്ഷണം ഉറപ്പിക്കാനാണ് ബാക്കി 9 ലക്ഷണങ്ങളും. മുക്തിരഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അന്യഥാരൂപങ്ങളെ മുഴുവൻ ഛേദിച്ചുകൊണ്ട് ഞാൻ ആരാണെന്ന് ബോധിക്കലാണ് മുക്തിയെങ്കിൽ, അതും കഴിഞ്ഞ് എല്ലാത്തിനും ആധാരമായത് ആ ഭഗവത് ചൈതന്യം തന്നെയാണ്. അതിന്നാണ് ഭാഗവതം തുടങ്ങിയത്. ജന്മാദ്യസ്യ അഥവാ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യൽ പ്രവിശന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മവിജിജ്ഞാസസ്വ എന്നുള്ള ഉപനിഷത് മന്ത്രത്തിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടെ ലയിക്കുന്നുവോ ആ സ്ഥാനമായ ഭഗവാനെ, പരം സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഭാഗവതം അങ്ങനെ തന്നെ സമർപ്പിക്കാൻ പോകുന്നു. അപ്പൊ ആശ്രയമാണ് ശരിയായ ലക്ഷണം. അതാണ് 12ാമത്തെ സ്കന്ധത്തില് പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പാണ് മുക്തിയെ പ്രതിപാദിക്കുന്ന ഉപദേശങ്ങള്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാര് എടുത്തു പറയും. ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് പ്രഭാഷണം നടത്തിയ സ്വരൂപാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെയും ആ ആശ്രമത്തിൽ അദ്ദേഹം സന്യാസ ദീക്ഷക സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ നിത്യാനന്ദ സരസ്വതി സ്വാമികള്, അദ്ദേഹം പണ്ട് സപ്താഹത്തിനൊക്കെ ധാരാളം പോകാറുള്ള സമയത്ത് ഞങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോകാറുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മ വരുന്നു.
ഏകാദശസ്കന്ധത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, പുതിയൊരു കാര്യം പറയുന്നില്ല. ഏകാദശസ്കന്ധം എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. മുക്തി എന്ന് പറഞ്ഞാൽ മുക്തി പ്രതിപാദിക്കുന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഒരു ലക്ഷണമൊക്കെ പറഞ്ഞു വരുന്നു മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷമായിട്ട് മുക്തിയെ പറയുന്ന പുരഞ്ജനോപാഖ്യാനം എന്നുള്ള പ്രകരണം പോലും ഉണ്ട്. പുതിയൊരു കാര്യം പറയില്ല, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഏകാദശസ്കന്ധം എന്ന്. എന്തായാലും ഇത്തവണത്തെ ഈ യജ്ഞത്തിൽ വലിയൊരു ഗുണം ഉണ്ടായത് ഏകാദശസ്കന്ധത്തെ കുറിച്ച് വിശദമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്നിട്ടും കഴിഞ്ഞൊന്നുമില്ല കേട്ടോ, ഇന്നലെ അവസാനിപ്പിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം സമയം കഴിഞ്ഞപ്പോൾ നിർത്തി, ഇത്രയേ ഉള്ളൂ. ഉദ്ധവൻ ഭഗവാന്റെ കാൽക്കൽ വേണ്ടി നമസ്കരിച്ചുകൊണ്ട് അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, എന്നെയും കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉദ്ധവനായിക്കൊണ്ടുള്ള ഉപദേശങ്ങൾ ആരംഭിച്ച് വിവിധ യോഗമാർഗങ്ങളെ ഉപദേശിച്ചു. ഇന്നലെ പറയുണ്ടായി, ഉദ്ധവന് ഉപദേശിക്കുന്ന പ്രകരണത്തിന്റെ പേര് ഉദ്ധവ ഗീത എന്നും പേരുണ്ട്. അതിൽ കുറെ ഗീതകളുണ്ട്. ഒന്ന് ഹംസഗീത, പിന്നെ ആദ്യത്തെ അവധൂത ഗീത, ഹംസഗീത, ഭിക്ഷുഗീത, അഹിളഗീത. അവധൂത ഗീത എന്ന് പറഞ്ഞാൽ 24 ഗുരുനാഥന്മാരെ വിസ്തരിച്ച് നമ്മൾ കേട്ടതാണ്. അക്ഷരത്വാ വരേണ്യത്വാ ധൂത സംസാരബന്ധന എന്ന് പറഞ്ഞാൽ അവധൂത എന്നുള്ള അവധൂത എന്നുള്ള വാക്കിന് തന്നെ 4 അക്ഷരങ്ങളുണ്ട്. ആ 4 അക്ഷരങ്ങളും ഓരോ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നു എന്ന്. അതിനായിട്ടാണ് അവധൂത ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, അക്ഷരത്വാ വരേണ്യത്വാ. ആ എന്നുള്ള അക്ഷരത്തിനെ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? അക്ഷരത്വാ, നാശമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ ആചാര്യനെയാണ് എന്ത് വിളിക്കേണ്ടത്? അവധൂതെന്ന്. രണ്ടാമത്തെ അക്ഷരം വരേണ്യത്വാ, ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്തിയ, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയ ആള് വരേണ്യത്വാ. പിന്നെ അടുത്തത് ധൂ എന്നുള്ളതാണ്. ധൂത സംസാരബന്ധനാൽ, സംസാരബന്ധങ്ങളെയൊക്കെ ഭസ്മമാക്കി തീർത്തവനെയാണ് അവധൂതം എന്ന് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാം ദഹിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാദേവന്റെ 3ാമത്തെ തൃക്കണ്ണ് തുറന്നാൽ എന്താ ഉണ്ടാവുക? ഒക്കെ ദഹിച്ചു പോകുന്നു. എന്താ അങ്ങനെ വല്ല സ്വിച്ച് ഇട്ട തീ വരാനുള്ള ഇതാണോ? അല്ല, വിജ്ഞാനമാകുന്ന കണ്ണാണ് മഹാദേവന്റെ 3ാം തൃക്കണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ വിജ്ഞാനമാകുന്ന കണ്ണ് തുറന്നാൽ നാമരൂപാത്മകമാകുന്ന പ്രപഞ്ചം മുഴുവൻ ദഹിച്ചു. പിന്നെ സാരമായത്, ചാരം മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ സാരമായിട്ടുള്ള ഭഗവത് ചൈതന്യം മാത്രമേ ഉള്ളൂ എന്ന്. അനുഭവജ്ഞാനത്തിനാണ് 3ാം തൃക്കണ്ണ് എന്നൊക്കെ പറയേണ്ടത്. വിജ്ഞാനമാകുന്ന കണ്ണ്. മറ്റത് ശ്രുതി സ്മൃതിയാകുന്ന കണ്ണാണെങ്കിൽ വിജ്ഞാനമാകുന്ന കണ്ണിലൂടെ, അനുഭവജ്ഞാനത്തിലൂടെ. ജ്ഞാനം വിജ്ഞാനം 2 വാക്കുകളുണ്ട് ഈ ഉദ്ധവോപദേശത്തിലുള്ള ഒരു ഇതാണ്. ജ്ഞാനം വിജ്ഞാനം. എന്താ അതിൻ്റെ മാറ്റം? ഒന്ന് അറിവ്, മറ്റത് അനുഭവജ്ഞാനം. കുറേ പുസ്തകം നോക്കിയിട്ട് പല കാര്യങ്ങളും മസ്തിഷ്കത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജ്ഞാനം. അനുഭവത്തിലേക്ക് വരുമ്പോൾ വിജ്ഞാനം. ചിലപ്പോൾ അക്ഷരം വായിക്കാൻ പോലും അറിയണ്ടാവില്ല, അനുഭവം ഉണ്ടാവും, ആനന്ദം അനുഭവിക്കാൻ പറ്റും. ചില എല്ലാം പഠിച്ചിട്ടും ഒന്നും അനുഭവത്തിലേക്ക് വരാത്ത ആളുണ്ടാവും. അപ്പൊ എന്തായി? അത് ജ്ഞാനം മാത്രമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ജ്ഞാനം മാത്രമാണെങ്കിൽ, അനുഭവജ്ഞാനം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? അതും ഏകാദശ സ്കന്ധത്തില് 11ാമത്തെ അധ്യായത്തില് വ്യക്തമാക്കുന്നുണ്ട്. അതെന്താ? അനുഭവമില്ലാത്ത ജ്ഞാനം ഭാരമായിത്തീരും. വേദമൊക്കെ സംഹിതയൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. 36 മണിക്കൂർ ചൊല്ലേണ്ട മന്ത്രങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആചാര്യനാണല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മുറയൊക്കെ ജപിച്ചത്. അദ്ദേഹം ഇതിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ജപിച്ചു പോവുകയാണ്. ഈ ഭാഗവതം മുഴുവൻ ഹൃദിസ്ഥമാക്കി അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള ഋഗ്വേദം മുഴുവൻ ഇവിടെ ജപിച്ചു പോകുന്നു. പുസ്തകമില്ല, ഒന്നുമില്ല. അത് കുട്ടിക്കാലത്ത് ഒരു 4-5 കൊല്ലം അതിനു വേണ്ടി മാത്രം പണിയെടുത്താൽ കഴിയുന്ന കാര്യമാണ് ഈ ഹൃദിസ്ഥമാക്കല്. അത് കഴിഞ്ഞിട്ട് വേദവിദ്യാലയങ്ങളിലൊക്കെ ഇന്നും കാണാം. തൃശ്ശൂരിലുള്ള ബ്രഹ്മസ്വമഠം എന്നുള്ള, നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് കാണുമെങ്കിലും വേണ്ടതാണ്, ആ കെട്ടിടെങ്കിലും കാണേണ്ടതാണ് കണ്ടിട്ടില്ലെങ്കിൽ. ശങ്കരാചാര്യസ്വാമികളുടെ 4 ശിഷ്യന്മാർ സ്ഥാപിച്ചതായിട്ടുള്ള 4 മഠങ്ങള് തൃശ്ശൂർ ടൗണിന്റെ നടുക്കില്. എന്താ പൂരത്തിനൊരു ഇതുണ്ടല്ലോ, പഞ്ചവാദ്യം മഠത്തിൽ വരവ്. ആ മഠത്തിൽ നിന്ന് വരുന്നതിനാ മഠത്തിൽ വരവ് എന്ന് പറയുന്നത്. നടുവിൽ മഠത്തിലെ ആ ചിറയിൽ പോയിട്ട് ഭഗവതിക്ക്, തിരുവമ്പാടി ഭഗവതിക്ക്
ആറാട്ട് കഴിഞ്ഞ് അവിടുന്ന് വരുന്നതന്നെ മഠത്തിൽ വരവെന്ന് പറയുന്നത്. അപ്പൊ അവിടെ 4 മഠങ്ങളുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തന്നെ പോയി കാണേണ്ടതാണ്. കാരണം എത്ര കാലം അതൊക്കെ നിലനിൽക്കുന്നു പറയാൻ പറ്റില്ല. കാരണം അതുപോലെ ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെയുള്ള കെട്ടിടങ്ങളാണ്, പഴയ കെട്ടിടങ്ങളാണ്, 4 കെട്ടുകളാണ്. അത് 4 കെട്ട് ഒരുമിച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുക, വലിയ ചിറയുടെ വക്കത്ത്. അവിടെ ഇരുന്ന് ഞങ്ങളൊക്കെ വേദം പഠിക്കുന്ന സമയത്ത് നല്ല ചൂടുകാലത്തും തണുത്തിട്ട് വയ്യ. അതെന്താ കാര്യം? ഉച്ചയ്ക്ക് തണുപ്പാവും, കുളത്തുനിന്ന് ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇനിയൊരു ശാസ്ത്രജ്ഞന് പറ്റുമെന്ന് അറിയില്ല, ഒരു എഞ്ചിനീയർക്ക് പറ്റുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ എളുപ്പമല്ല, പറ്റുകയാണെങ്കിൽ തന്നെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അവിടെ ആ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലേക്ക് അറിയാതെ തന്നെ പോവാണ്. കാരണം അത്രയും അതിൽ പറയാനുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ആ വേദം പഠിക്കുന്ന സമയത്ത് അത് ഉറപ്പിക്കാൻ വേണ്ടി വികൃതി പാഠങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വേദം പദമായിട്ട് ചൊല്ലുക. അത് കഴിഞ്ഞാൽ പദമായിട്ടല്ല, 2 പദങ്ങൾ മാത്രം കൂട്ടി ചെല്ലുക. അത് സന്ധിയൊന്നും മാറാൻ പാടില്ല, സന്ധി കൃത്യമായിട്ട് ചെല്ലി പോകണം. അത് കഴിഞ്ഞാൽ ജഡ, രഥ തുടങ്ങിയിട്ടുള്ള വികൃതി പാഠങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ജഡ എന്ന് പറഞ്ഞാൽ തലയിലത്തെ ജഡയല്ല, ഒരു 4-10 പദങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ കൂട്ടിച്ചില്ല. അതെങ്ങനെയാ വെച്ചാൽ 10 പദങ്ങളെന്ന് വെക്കുക. അതിൽ 1-ാമത്തെ പദവും 2-ാമത്തെ പദവും അത് കുഴപ്പമില്ല, സാധാരണ നിലയ്ക്ക് നമുക്ക് ജപിക്കാം. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ പദവും 1-2-2-1-1-2 ഇങ്ങനെ മാറി പദങ്ങൾ ഇവിടെ ചൊല്ലിയാൽ പോരാ. അത് കൃത്യമായിട്ട് സംസ്കൃത സന്ധി അനുസരിച്ച് വേണം യോജിപ്പിക്കാൻ, തെറ്റാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 2-3-3 ഇങ്ങനെ തിരിച്ചു മറിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ജഡ. അത് കഴിഞ്ഞ് രഥയാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും. 1-2, 2-3, 3-4, 4-5, 5-6, 6-5, 5-4, 5-4-3, 3-2 ഇങ്ങനെ തിരിച്ചു മറിച്ചു. പുസ്തകം നോക്കിയിട്ടല്ല, നമ്മൾ ആലോചിച്ച് നോക്ക്. നമുക്കത് നേരാവണ്ണം വായിക്കാൻ പറ്റില്ല. ഇതങ്ങനെയല്ല, ആ ശ്ലോകം മുഴുവൻ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതിൽ പദങ്ങൾ ഇങ്ങനെ വേറെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സ്ക്രീനിൽ കാണുന്ന പോലെ. അതിങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തിന് ഇന്നും ചില ആചാര്യന്മാർ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, അവർക്ക് ഭാഗവതത്തിൽ അവസാനത്തെ ശ്ലോകം മുതൽ പിന്നാക്കം വായിക്കാൻ പറ്റും. പുസ്തകം നോക്കിയിട്ടല്ല 42-ാമത്തെ ശ്ലോകം ആദ്യം, 41-ാമത്തെ ഇങ്ങനെ തിരിച്ചു വായിക്കാൻ പറ്റുന്നു. ശീലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുമ്പിലേക്ക് വായിക്കുന്ന ആചാര്യന്മാരൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയുണ്ട്, ഹൃദയസ്ഥായിട്ടുള്ളവർ, ഭാഗവതം പുസ്തകം നോക്കാതെ വായിക്കുന്നവര്. അതിങ്ങനെ വായിച്ചാൽ ശീലാവും, പിന്നാക്കം വായിക്കാൻ പറ്റുമോ? അത്രയും മനസ്സിൽ ബുദ്ധിയിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെക്കുക അത്രേ. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഇതൊക്കെ അഭ്യാസങ്ങളാണ്, അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ്. പക്ഷേ അനുഭവം വന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ. അനുഭവം വന്നില്ലെങ്കിൽ ഏതുപോലെ ടാക്സ് അടയ്ക്കാത്ത സമ്പത്ത് കയ്യിലിരിക്കുന്ന പോലെ എന്നും ടെൻഷൻ അത്രേ. അയ്യോ ഇനിയിപ്പോ ടെൻഷൻ, ഒക്കെ കൂടി പോവും, അത് പേടി തന്നെ. ടാക്സ് അടയ്ക്കാത്ത ധനം, ശുദ്ധീകരിക്കാത്ത ധനം കയ്യിലിരിക്കുന്ന പോലെ, തീർത്ഥീകരിക്കാത്ത ധനം എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാത്ത ധനം കയ്യിലിരിക്കുന്ന പോലെ. അതുപോലെ പ്രസവിക്കാത്തൊരു പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. പ്രസവിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു പശുവിനെ വളർത്തുന്ന പോലെ. അതുപോലെ ഒന്നിനും കൊള്ളാത്തൊരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഭർത്താവിനെയും കൂടി ആകാം. ഒന്നിനും കൊള്ളാത്തൊരു ഭാര്യയെ കയ്യിൽ കിട്ടിയ പോലെ, കിട്ടിയ കുറി അടയ്ക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു കുറി എടുത്തു അത്രേ കേട്ടോ. 2-ാമത്തെ 56 മാസം, എനിക്ക് അത്ര കൃത്യം അറിയില്ല, 98 മാസത്രയാണ്. അത്ര കാലത്ത് വലിയ കുറിയാ. 2-ാമത്തെ മാസമായപ്പോഴേക്കും പഠിച്ചു. ഇനി ഇങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ. ഒരു ഉപകാരമില്ലാത്ത ഒരു ഭാര്യയോ ഭർത്താവിനെയോ കിട്ടിയ പോലെ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു മകനെയോ മകളെയോ കിട്ടിയ പോലെ. അങ്ങനെ വളർത്തൽ മാത്രമേ ഉള്ളൂ, ഒന്നിനും പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല ജീവിതത്തിൽ. അതുപോലെയാണെന്ന്. അപ്പോ അനുഭവം ഉണ്ടാവണം. വിദ്യ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാവും. അപ്പൊ അനുഭവത്തിലേക്ക് വരുത്താൻ എന്താ വഴി? ഇനി അതാ നമ്മൾ നോക്കേണ്ടത്. സത്സംഗലബ്ധയാ ഭക്തിയ, സത്സംഗത്തിലൂടെ ഉണ്ടാവുന്ന അനുഭവമുള്ള ആ ഭക്തി കൊണ്ട്, പരിശുദ്ധമായ ഭക്തി കൊണ്ട്, അതിനാണ് ഭാഗവതം. ഏറ്റവും പരിശുദ്ധമായ ഭക്തി കൊണ്ട്, അതിനാണ് ഭാഗവത മാഹാത്മ്യത്തിലൊരു കഥയുണ്ട്. ഭക്തിയുടെ മക്കളാരാ? ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കൾക്ക് അകാലവാർദ്ധക്യം വന്നു എന്ന് അറിവോടും വിരക്തിയോടും കൂടിയിട്ടുള്ള ഭക്തിയാണെങ്കിലാണ് അത് ശരിയായ ഭക്തിയാവുള്ളൂ. അപ്പൊ വേണ്ട രീതിയിൽ ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള നല്ല തൃപ്തിയുള്ള ഭക്തി ദേവി എന്ന് പറഞ്ഞാൽ
പരിശുദ്ധമായ ഭക്തി, ദിവ്യപ്രേമ ഭക്തി, ഒരു കാരണമില്ലാതെ മനസ്സ് ഭഗവാനിലേക്ക് ഒഴുകുന്ന, കൃത്യമായിട്ട് ഭഗവാനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വിരക്തിയോട് കൂടിയിട്ടുള്ള ഭക്തി, അതാണ് ആ സത്സംഗലബ്ധമായ ഭക്തി, ആ സത്സംഗത്തിലൂടെ ഉണ്ടാവുന്ന പരിശുദ്ധമായ ഭക്തി. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അനുഭവത്തിലേക്ക് വരിക. അപ്പോ ആ അനുഭവത്തിലേക്ക് വന്ന ആളെയാണ് എന്ത് പറയാ, അവധൂതന്റെ സംസാര ബന്ധങ്ങളെയൊക്കെ അങ്ങനെ ഭസ്മമാക്കി കളയുന്ന അവധൂ എന്നുള്ള അക്ഷരം. അവസാനത്തെ അക്ഷരം താന്നാണ്. തത്വമസി എന്നുള്ള മഹാവാക്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവജ്ഞാനത്തിലേക്ക് എത്തും. അപ്പോഴാണ് ബ്രഹ്മോപദേശത്തിന് യോഗ്യരായിത്തീരുക. ആ അവസ്ഥയിലേക്ക് എത്തിയവരെയാണ് അവധൂതൻ എന്ന് പറയേണ്ടത്. അവധൂതന്റെ ഉപദേശമാണ് 24 ഗുരുനാഥന്മാര് വിസ്തരിച്ചിവിടെ കേട്ടതാണ്. പിന്നെ ഹംസഗീതയും വകതിരിവുണ്ടാവട്ടെ, പാലെന്താണ് വെള്ളം എന്താ. കഴിഞ്ഞ ദിവസം ആരോ, ഇവിടുത്തെ മുത്തശ്ശിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം ആ കഥയൊക്കെ, അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതെന്താ, ഇവിടെ ഗോവിന്ദാഭിഷേകത്തിന് പാല് കൊണ്ടുവന്നപ്പോൾ കുറച്ച് കഷ്ടിയാണ്, അതിനെന്താ വെള്ളം ഒഴിക്കാലോ. അത് മാത്രമല്ല, ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു ഹംസഗീതയൊക്കെ പറഞ്ഞു ആ സമയത്ത്. അപ്പൊ തീരുമാനിച്ചു ഇനി ഹംസഗീത ഇവിടെ പ്രഭാഷണത്തിന് ആവശ്യമില്ല എന്ന്. ഹംസത്തിന് പാലും വെള്ളവും വേറെ വെച്ചു കൊടുത്താൽ അറിയാം, പാല് മാത്രം എടുക്കും. ഇതുപോലെ വേർതിരിച്ച് അറിയാൻ പ്രകൃതി എന്താ, പുരുഷൻ എന്താണെന്ന്. എത്ര ആനകളുണ്ട് ലോകത്തില്, ഓരോ ആനയും വേറെ വേറെയാണോ? അല്ല, ഒന്നാണോ? അല്ല, നമുക്കൊക്കെ ഒരു ആനയുള്ളൂ. എന്നാൽ ചില ആനപ്രേമിക്കാരൊക്കെ ഉണ്ട്, ആനപ്രേമി സംഘമൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട്. അവരൊക്കെ ഇന്ന ആനയെ കണ്ടിട്ട് ഇന്ന ആനയാണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. തൃശ്ശൂരിൽ നിന്നിട്ട് ആനയെ അറിയില്ല എന്നാ ചോദിച്ചിട്ട്, അവർക്ക് കൃത്യമായിട്ട് ആനയെ അറിയാം. അതുപോലെ പശുക്കളെ കണ്ടറിയുന്ന ഗോപാലന്മാരുണ്ട്. അതുപോലെ പണ്ടൊരു തിരുമേനിക്ക് കാക്കയെ കണ്ട തിരിച്ചറിയൂത്രേ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ കാക്കകൾ തമ്മിൽ ഉണ്ടത്രേ. ഇന്നലെ കണ്ടില്ലല്ലോ കാക്കയോടാ. അത്രയും കാക്കകളെ കണ്ടാൽ തിരിച്ചറിയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പേരിട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ പേര് വന്നു, കാക്കശ്ശേരി ഭട്ടതിരി എന്നൊക്കെ പേര് വന്നു അത്രേ. എനിക്കറിയില്ല, അതുകൊണ്ട് അത്ര എന്ന് പറഞ്ഞത്. ഈ രീതിയിൽ പ്രകൃതി എന്താ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാവരും വ്യത്യസ്തരായിട്ടിരിക്കുന്നു. എന്നാൽ എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. ഭൗതികമായിട്ടുള്ള ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് ചെന്ന് ആറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്. ഇതന്നെയല്ലേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്, പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ആരുടെ ശരീരം എടുത്താലും പഞ്ചഭൂതങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ഭഗവത് ചൈതന്യം ഒന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ആധാരമായിട്ടുള്ള ആ ചൈതന്യം ഒന്നേ ഉള്ളൂ. ശക്തിയെ പല രീതിയിലേക്ക് മാറ്റാന്നല്ലേ പറയുള്ളൂ. എനർജിയെ പല രീതിയിലേക്ക് മാറ്റാം. അത് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എന്നല്ലേ പഠിക്കുന്നത്. എന്തായാലും അന്ന് ഹംസമായിട്ട് അവതരിച്ചപ്പോൾ ഭവാൻ അവിടുന്ന് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആരോടാ ചോദ്യം? ശരീരത്തിനോടാണോ ആത്മാവിനോടാണോ ചോദ്യം? ഈ രീതിയിൽ ചിന്തിപ്പിച്ച് ഗുരുനാഥന്മാര് ഒരു തരത്തിൽ ചോദ്യം ചോദിച്ച് നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെയും നമ്മുടെ മനസ്സിനെ ഉദാത്തമാക്കി ഭഗവാനിലേക്ക് എത്തിക്കും, അഥവാ ആ അനുഭവത്തിലേക്ക് എത്തിക്കും. എല്ലാത്തിനും ആധാരമായിട്ടുള്ള അഹം ബ്രഹ്മ പരംധാമ, പരംധാമ ഞാൻ തന്നെയാണ് എന്ന് ബോധിക്കുന്ന ആനന്ദഭാവത്തിലേക്ക് എത്തിക്കും. ഇത് തന്നെയല്ലേ എഴുത്തച്ഛൻ പറഞ്ഞത്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായകമേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇങ്ങനെ ഹംസഗീത. പിന്നെ 2 ഗീതകൾ അതിൻ്റെ ഇടയിലുള്ളത് ഭിക്ഷുഗീതയും അയളഗീതയും. നമുക്ക് ചുരുക്കി അങ്ങോട്ട് ഒറ്റ ചാട്ടത്തിന് എല്ലാം അതല്ലേ പറ്റുള്ളൂ. ഏറ്റവും ചുരുക്കി പറയലാണ് ഏറ്റവും നല്ലതെന്നാണ് ആചാര്യന്മാർ ഞങ്ങളോട് പറയാറുള്ളത്. പക്ഷെ പറ്റാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതല്ലാതെ കാര്യമായിട്ട് അവതരിപ്പിക്കുക വേണ്ടത്. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് പറ്റാറില്ല. ഭിക്ഷുഗീത, ഇളഗീത. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം. കലഹം എന്ന് പറഞ്ഞാൽ എന്താ? കലത്തെ ഹനിക്കുന്നത് കലഹം. കലം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് എന്ത്? കലഹം. ഈ കാമിനി കാഞ്ചനങ്ങൾ എന്നർത്ഥം. സമ്പത്തിൽ ആസക്തനായിട്ട് വട്ടം തിരിഞ്ഞ ഭിക്ഷു, കാമിനിയിൽ ആസക്തനായിട്ട് വട്ടം തിരിഞ്ഞ അയളൻ അഥവാ പുരുരവസ്. 2 പേരും വിവേകം കൊണ്ട്, വിചാരം കൊണ്ട്
വിചാരമുള്ളവരായിട്ട് തീർന്ന് വിചാരം ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു, ഭഗവാനെ ഭജിച്ചുകൊണ്ട്. അവന്തിയിലെ ഭിക്ഷു വലിയ പണക്കാരനായിരുന്നു, ആഢ്യതമനായിരുന്നു. ഒറ്റ പൈസ ആർക്കും കൊടുക്കാതെയാണ് അദ്ദേഹം ജീവിച്ചത്, ആറുപിഷ്കനായിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കാത്തത് കൊണ്ടും പഞ്ചദേവതാ കോപം കൊണ്ടും ഒക്കെ പല വഴിക്ക് ധനം നഷ്ടപ്പെട്ടു പോയി. ബന്ധുക്കളും മോഷ്ടിച്ചു, ഭാര്യയും കുട്ടികളടക്കം. ഭാര്യയ്ക്കും കുട്ടികൾക്ക് പോലും ചെലവിന് കൊടുക്കാറില്ല അയാള്. അതുകൊണ്ട് അവർ പോലും ധനം മോഷ്ടിച്ച് അദ്ദേഹത്തിനെ അടിച്ചു ഓടിച്ചു നാട്ടിൽ നിന്ന്. കുറേ കഷ്ടപ്പെട്ടപ്പോൾ, കുറേ ദുഃഖം അനുഭവിച്ചപ്പോൾ ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന നിർവേദ സുമഹാനഭൂൽ, ഈ വരി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട വരിയാണ്. അതെന്താ? നിർവേദം, മഹത്തായ നിർവേദം ഉണ്ടായി എന്ന്. നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തിയാണ്. വിരക്തി അഥവാ വൈരാഗ്യം, വിഗതമായ രാഗം, മറ്റുള്ളവരുടെ ദേഷ്യമല്ല പറയുന്നത്. വിഗതമായ രാഗം, വിരക്തി ഉണ്ടായി. ഒക്കെ നിസ്സാരമാണ്, ബാക്കിയൊക്കെ നിസ്സാരമാണ്, സാരമായത് ഭഗവാൻ മാത്രമാണെന്നുള്ള മനസ്സിലെ ഉറപ്പ്. ഇന്ന് മാത്രമല്ല, എല്ലാം ഭഗവാനായിട്ട് കാണാനുള്ള മനസ്സും ജ്ഞാനവും. രണ്ടും ഭിന്നമായി നിൽക്കരുത്. ചിലരൊക്കെ അങ്ങനെ ഉണ്ടാവും, ഇതൊക്കെ നിസ്സാര പറഞ്ഞിട്ട് എന്ത് കണ്ടാലും ദേഷ്യം. അതും കാര്യമില്ല. ഇതൊക്കെ നിസ്സാരമാണ്, ഭൗതികമായിട്ടുള്ള എല്ലാം നിസ്സാരമാണ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഈ ലോകത്തിന്റെ ഉടുമ്പാവുമായത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആനന്ദമത്തനായിട്ട് ജീവിക്കാം. അപ്പൊ ഒരു ശുഷ്കമായിട്ടുള്ള വൈരാഗ്യാവില്ല, അല്ലെങ്കിൽ പ്രസൂതി വൈരാഗ്യം പോലെയോ അങ്ങനെയുള്ള ശ്മശാന വൈരാഗ്യം പോലെയുള്ള വൈരാഗ്യാവില്ല. ഉറച്ച ഭാവം ഉണ്ടാവും, അവരുടെ പ്രസന്നവും എപ്പോഴും അവരുടെ മനസ്സും. അതെങ്ങനെ ഉണ്ടാവും? നിർവേദസ്സു മഹാനഭൂൽ, മഹത്തായ നിർവേദം ഉണ്ടായി അദ്ദേഹത്തിന്. എങ്ങനെ ഉണ്ടാവും? കുറേ കാലം കഷ്ടപ്പെട്ടപ്പോഴാണ് ഉണ്ടായത്. കണ്ണിന്ന് കുറേ കണ്ണീരൊഴുകിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തരത്തില് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ നല്ലതാണ്, ഒരു തരത്തില് വിരക്തി ഉണ്ടാവാൻ കാരണമാവുകയാണെങ്കിൽ. ആദ്യം മുതൽ കുന്തിദേവി പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, വിരക്തി ഉണ്ടാവാൻ കാരണമാവുകയാണെങ്കിൽ ദുഃഖം തരിക നല്ലതെന്ന്. അഥവാ ഭഗവാനെ കാണാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവുക വേണ്ടത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ കരഞ്ഞപ്പോൾ, കുറേ ദുഃഖം അനുഭവിച്ചപ്പോൾ ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന നിർവേദ അദ്ദേഹത്തിനുണ്ടായി, അഥവാ വിരക്തി ഉണ്ടായി, ചിന്തിക്കാനുള്ള കഴിവുണ്ടായി. എത്ര കാലം പണം എന്ന് പറഞ്ഞ് ഓടി നടന്നത്. പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്, ഉണ്ടാക്കിയാൽ ചെലവാക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മടി, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ള ഭയം, പിന്നെ വ്യസനങ്ങൾ ചെയ്യാൻ മദ്യവും മയക്കുമരുന്നും വിഷയങ്ങളൊക്കെ അനുഭവിക്കാനുള്ള താല്പര്യം. പണമില്ല, അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉണ്ടായാലല്ലേ ഇതൊക്കെ ഇതിലേക്കൊക്കെ മനസ്സ് പോവുള്ളൂ. അങ്ങനെ അതിനാണ് വ്യസനങ്ങൾ എന്ന് പറയുന്നത്. മദ്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലുള്ള ആസക്തികൾക്കാണ് വ്യസനങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 15 തരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അർത്ഥം, പേരർത്ഥം എന്നാണ് ഉണ്ടാക്കുന്നത്, മുഴുവൻ അനർത്ഥം. ആരെ പേരിട്ടാവും? ധനത്തിനെ അർത്ഥം ആരാ പേരിട്ടെന്ന് അറിയില്ല, ഉണ്ടാക്കുന്നത് മുഴുവൻ അനർത്ഥങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കുറെ കുട്ടികൾ വന്ന് അദ്ദേഹത്തിനെ കണക്കിന് ഉപദ്രവിച്ചു. അദ്ദേഹം അതൊക്കെ കുട്ടിക്കളി പോലെ നോക്കി നിന്നു, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. ചെറിയ കുട്ടികള്, 2 വയസ്സായിട്ടുള്ള കുട്ടി, അച്ഛൻ്റെ 2 3 വയസ്സായ കുട്ടി മുട്ടുകുത്തി വന്ന് അച്ഛന് കിടന്നുറങ്ങുമ്പോ മാറത്ത് കയറി ഇരുന്നാൽ, കഴുത്ത് പിടിച്ച് ഞെരിച്ചാൽ, വയറ്റിൽ കുത്തിയാൽ സാരില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും എടുത്ത് കണ്ണിൽ ഒരു കുത്തിയാലോ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വടിയെടുത്ത് അടിക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു കുട്ടിക്കളി, അല്ലെങ്കിൽ അറിവില്ലാതെ ചെയ്തതാണ് കുട്ടികൾ എന്നുള്ള ഭാവത്തിൽ ആ കുട്ടികളോട് ദേഷ്യം സാധാരണ എനിക്ക് തോന്നില്ല. ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയേണ്ടി വരും. 3 വയസ്സായിട്ടുള്ള കുട്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കണ്ണ് കുത്തി പൊടിച്ചില്ലേ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അത് മാനസിക രോഗമാണ്. അപ്പം അതേപോലെ ഇദ്ദേഹം ഇത് കുട്ടിക്കളിയായിട്ട് കണ്ടു. അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായില്ല. അപ്പൊ കുട്ടികളൊക്കെ പ്രതികരിക്കാതിരുന്നപ്പോൾ കുട്ടികളൊക്കെ അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. കണക്കിന് ഉപദ്രവിച്ചിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം കഞ്ഞി കുടിക്കാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മരത്തമ്മ പിടിച്ച് കെട്ടിയിടുക, എന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുക, മരത്തിന്റെ മുകളിൽ കയറിയിട്ട് വടി കൊണ്ട് അടിക്കുക. ഇതിനേക്കാളും ഭയങ്കരമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെയൊക്കെ അദ്ദേഹത്തിന് ഉപദ്രവിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ ശാന്തനായിട്ടിരുന്നപ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. അപ്പൊ അദ്ദേഹം പറയാണ്, എന്നെ ദുഃഖിപ്പിച്ചത് ആരാണ്?
മറ്റ് പലരുമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കാറുണ്ട്. ഗ്രഹപ്പിഴയാണ്, കർമ്മദോഷമാണ്, കാലക്കേടാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട് പലതും. ഈശ്വര കോപാണെന്നൊക്കെ. ഗ്രഹപ്പിഴയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇനി ജ്യോത്സ്യന്മാരാരെങ്കിലും എന്തെങ്കിലും തട്ടി കയറിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞു. ഗ്രഹസ്ഥയോ വദന്തി വിടാം. നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി എന്താ പറയാ, ഇയാൾ അങ്ങോട്ട് നോക്കി അയാൾ ഇങ്ങോട്ട് നോക്കി, ഗ്രഹങ്ങളെ ദൃഷ്ടി അങ്ങോട്ട് പോയി എന്നല്ലേ പറയാ. അയാളുടെ ദൃഷ്ടി അങ്ങോട്ട് പോയി, അയാളുടെ ദൃഷ്ടി ഇങ്ങോട്ട് പോയി, അവരങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കോട്ടെ, നമുക്ക് പ്രശ്നം എന്താ, അവർ നോക്കിക്കോട്ടെ. അല്ല, ഇതൊക്കെ നമ്മളെ ബാധിക്കില്ലേ? ആരെ ബാധിക്കുന്നു? ഈ ജനിച്ച സമയം നോക്കിയിട്ടാണ് ഓരോരുത്തരുടെയും ജാതകമൊക്കെ നോക്കുന്നത്. ഞാൻ ജനിക്കാത്തവനാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗ്രഹപ്പഴയാ? ഞാൻ ആത്മസ്വരൂപനാണെന്ന് ബോധിക്കുന്ന ഒരാൾക്ക് പിന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ അതും അല്ല. പിന്നെ കർമ്മദോഷാണോ? ജഡമായ കർമ്മത്തിന് ഗുണം തരാനോ ദോഷം തരാനോ കഴിയില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരം വരുമ്പോഴാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ കർമ്മദോഷത്തെയും തള്ളിക്കളഞ്ഞു. ദൈവകോപാണെങ്കിലോ, ദേവന്മാർക്ക് ആകെ കൂടി പറ്റാത്തത് എന്താ? കോപിക്കുക മാത്രം. നമ്മളൊക്കെ വിചാരിക്കുക ദൈവകോപ. നമ്മൾ ദേവന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അധിഷ്ഠാനമൂർത്തി ഉണ്ട്, അധിഷ്ഠാന ദേവതകളുണ്ട്. ഇതൊക്കെ കൂടിയാലാണ് ഞാനാവുന്നത്. ബുദ്ധിക്ക് ദേവതയുണ്ട്, ബ്രഹ്മാവ്, മനസ്സിന് ഇന്ദ്രൻ, ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ ദേവതയുണ്ട്. ഇതൊക്കെ കൂടിയാലാണ് ഞാനാവുന്നത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ ഇടത്തെ കൈ വലത്തെ കൈയിന് ഉപദ്രവിക്കൂ. ഞാൻ നടന്നു പോകുമ്പോഴാണ് ഇടത്തെ കാല് വലത്തെ കാലിന് തട്ടി, വലത്തെ കാലിന് ദേഷ്യം വന്നു, കുടത്തൊരു ചവിട്ടി ഇടത്തെ കാലിന് ഇത് നടക്കുമെന്ന്. അപ്പൊ അതുപോലെയാണ് എന്നിൽ നിന്ന് അന്യരായിട്ട് എന്നെ ഒരാൾ ദുഃഖിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സാണ്. മനപ്പരം കാരണമാമനന്തി. ഇന്നിപ്പോ എന്താ ഉച്ചയ്ക്ക് പായസം? അടപ്രഥമനെ ആയിക്കോട്ടെ. അങ്ങനെ അടപ്രഥമൻ കഴിക്കുമ്പോൾ ആർത്തി പിടിച്ചിട്ട് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് നാവിൻ്റെ ഒരു കഷ്ണം പല്ലിൻ്റെ ഇടയിൽ പെട്ടു, അത് പ്ലേറ്റിലേക്ക് വീണു. നല്ല വേദനയുണ്ട്. തദ്വേദനായാം കഥമായ കുപ്പിയൽ. ആ വേദനയ്ക്ക് ആരോട് ദേഷ്യപ്പെടണം? എൻ്റെ പല്ലുകൊണ്ട് എൻ്റെ നാവ് കടിച്ചു മുറിച്ചിട്ടു ഞാൻ. തദ്വേദനായാം കഥമായ കുപ്പിയൽ. ആ വേദനയ്ക്ക് ആരോട് ദേഷ്യപ്പെടണം? പല്ലിടിക്കണോ? മണ്ടക്കിടിക്കണോ? പിന്നെ ചിലരൊക്കെ പതിവുണ്ട് എന്ത് പല്ലുകൊണ്ട്, എൻ്റെ പല്ലുകൊണ്ട് എൻ്റെ നാവ് മുറിച്ചിട്ടപ്പോൾ പറ്റുകയാണെങ്കിൽ ഭാര്യയ്ക്കൊന്ന് കൊടുക്കും, ഭാര്യ ഭർത്താവിനും കൊടുക്കും പറ്റുകയാണെങ്കിൽ. അപ്പൊ ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എത്രയേ ഉള്ളൂ? നമ്മുടെ പല്ലുകൊണ്ട് നമ്മുടെ നാവ് മുറിച്ചിട്ടു, ഇതാണ് പ്രശ്നം. അതിനാണ് ഇന്നത്തെ കലഹങ്ങൾ മുഴുവൻ. അത്രയും നിസ്സാരമാണെന്ന് വേറൊരാൾക്ക് നമ്മൾ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. ഈ ജീവിതത്തില് നമ്മൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ നമ്മളോട് രാത്രി 12 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും, ഇവിടുന്ന് പുറപ്പെട്ടു. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പൊ നമ്മൾ ഏകദേശം 12 മണി നമുക്ക് കാത്തുനിന്നു. അപ്പോ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് അയാളെ കാണാനില്ല. നമ്മൾ ഫോൺ ചെയ്തു 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ ഫോൺ ചെയ്തു. അയാളെടുക്കണില്ല. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, മിണ്ടാതെ കിടന്നുറങ്ങുക, അയാളെ എപ്പോഴാച്ച വരട്ടെ. നമ്മളാകെ ടെൻഷനായി. ഇനി അയാളെ എന്താ വരാത്തത്? അയാളെന്താ വരാത്തത്? വഴി തെറ്റിപ്പോയിണ്ടാവോ? പോയാ പൊക്കോട്ടെ. ഈ വരുന്ന ആൾ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ആളാ. ഈ പണ്ട് ഇവിടെ വന്നിട്ടുള്ള ആളാണെങ്കിൽ പിന്നെ അയാളെ കുറിച്ച് ആലോചിച്ച് ടെൻഷനാക്കേണ്ട കാരണോ? നമുക്ക് ടെൻഷനായി. അതിന് വഴിയിൽ എവിടെയെങ്കിലും നിൽക്കാവോ? എന്താ വേണ്ടത് ഇഷ്ടമില്ല. എന്നിട്ട് ഇങ്ങനെ കാത്തിരുന്നു. വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്, അയാൾ എടുക്കണില്ല. കുറച്ച് കഴിയുമ്പോൾ വന്നു, പിന്നെ ഒന്നും കിടന്നുറങ്ങിയെന്ന്. ഈ 1 മണിക്കൂറുള്ള ടെൻഷന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യമില്ല. ഇങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ഒന്നുമില്ല. പണ്ടൊക്കെ ആൾക്കാർ വിവാഹം ആലോചിച്ചപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞപ്പോഴാ ഇതിനപ്പോ
ഇത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും ഒന്നുമില്ലാന്ന്. അപ്പൊ ഇതുപോലെയാണ് ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. ഇതൊന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, അതിനാ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും. ഇവിടെയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത, മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ വിളക്ക് വയ്ക്കലായിക്കോട്ടെ, നമ്മളിപ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനോട് പ്രത്യേകമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് വയ്ക്കുന്നുണ്ടാവും, പല മോഹങ്ങളുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നില് ആലോചിച്ചു കഴിഞ്ഞാൽ ആരോടും പറയണ്ട. ശരിക്കും ഉദ്ദേശം എന്താ? മനസ്സ് ശുദ്ധാവട്ടെ, അത്രേ ഉള്ളൂ. അമ്പലത്തില് ഹോമം നടത്തിയാലും വേണ്ടില്ല, മൃത്യുഞ്ജയ ഹോമം നടത്തിയാലും വേണ്ടില്ല, സുദർശന ഹോമം നടത്തിയാലും വേണ്ടില്ല, കൊടിമരം അങ്ങനെ തന്നെ സമർപ്പിച്ചാലും വേണ്ടില്ല, ഒരു ചാക്ക അരി സമർപ്പിച്ചാലും വേണ്ടില്ല, വറ നിറച്ചാലും വേണ്ടില്ല. ശരിക്കും ആത്യന്തികമായിട്ട് ഫലം എന്താ? മനസ്സ് ശാന്തമായി തരിക. അപ്പൊ അതിനായിരുന്നു. അങ്ങനെ വിചാരിക്കണ്ട. മനസ്സ് ശാന്തമാകുമ്പോഴേ ആനന്ദം അനുഭവിക്കാൻ കഴിയുള്ളൂ. ആനന്ദം വേണോ? അതിന് നിസ്സാരാക്കിയതല്ലാന്ന്, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. മനസ്സ് ശുദ്ധമാവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിലൂടെയാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ശാന്തിയും സമാധാനമല്ലേ വേണ്ടത് ജീവിതത്തില്? വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ശാന്തിയും സമാധാനവും വേണമെങ്കിൽ മനസ്സ് ശാന്തമാവുക തന്നെ വേണം. അതിനുള്ള അനുഷ്ഠാനങ്ങളാണ് ഇവിടെ. ഇത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ പണ്ട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയണല്ലോ വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. പണ്ട് ഇതുപോലെ ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് 30-35 കൊല്ലം മുമ്പ് ഇങ്ങനെ ഭാഗവത പ്രഭാഷണം കേട്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത. ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിനെ ശുദ്ധീകരിക്കാനാ. അല്ലാതെ ഇതുകൊണ്ടൊരു കാര്യമില്ല വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ചെയ്യണ്ടെന്ന്. അമ്പലത്തിൽ പോകണ്ട, വഴിപാട് കഴിക്കണ്ട, ഒക്കെ മനസ്സ് ശുദ്ധായാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? അല്ലെ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു എങ്കിൽ പറയുന്നല്ല. അത് ചിലപ്പോൾ തെറ്റായിട്ട് മനസ്സിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും. ചിലപ്പോൾ അറിവില്ലാത്തവർ അങ്ങനെ, ഇപ്പൊ ഞാൻ തന്നെ അറിവില്ലാത്തൊരു കാലത്ത് അങ്ങനെ വിചാരിച്ചിരുന്നു, ഇതൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല, ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടത്. മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഈ അനുഷ്ഠാനങ്ങൾ ഓരോന്നും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമായി തീരും. പിന്നെ കർമ്മപ്രാരബ്ധങ്ങൾ വിട്ടുപോകുന്നൊരു കാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ പിരിഞ്ഞു പൊക്കോളും. പിന്നെ അത് ചെയ്യണം തോന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അഹം തരിഷ്യാമി ദുരന്തമാരം മനസ്സിന്റെ 3 തരത്തിലുള്ള നിറങ്ങളുണ്ട്. മനസ്സിന് 3 തരത്തിലുള്ള കളറുകളുണ്ട്. ഏതൊക്കെയാ? ശുക്ലാനി കൃഷ്ണാന്യഥ ലോഹിതാനി, വെളുപ്പും കറുപ്പും ചുവപ്പുമാകുന്ന നിറങ്ങള്, സത്വരജസ്തമോ ഗുണങ്ങള്. എന്നാൽ എഴുത്തച്ഛൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വരി എന്താ? പച്ച കിളി അപ്പൊ പച്ചയുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്. ഭാഗവതാദി ഗ്രന്ഥങ്ങളിലൊക്കെ കറുപ്പ് എന്ന് പറഞ്ഞു, അതിന് പകരം പച്ച എന്ന് പറഞ്ഞു. അതായത് കറുപ്പ് എന്ന് പറഞ്ഞ തമോ ഗുണത്തിന്റെ പ്രതീകമാണ്, ചുവപ്പ് രജോ ഗുണത്തിന്റെ പ്രതീകമാണ്, സത്വഗുണത്തിന്റെ പ്രതീകമാണ് വെളുപ്പ്. പക്ഷേ ഹരിനാമകീർണത്തില് അദ്ദേഹം പറഞ്ഞു, ആചാര്യൻ പറഞ്ഞു പച്ച, കറുപ്പിന് പകരം പച്ച എന്ന് പറഞ്ഞു. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരായത് കൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞത്. തമോ ഗുണത്തിന്റെ ആണല്ലോ. എന്തായാലും ഈ 3 ഗുണങ്ങളാണ് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്നൊക്കെ. പച്ചയൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന്. പച്ചയും ചുവപ്പും അല്ലെങ്കിൽ കറുപ്പും ചുവപ്പും വെളുപ്പും ഒക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രവൃത്തിയെ ശുദ്ധീകരിച്ചുകൊണ്ട്, കർമ്മങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് തമോ ഗുണത്തെ ഇല്ലാതെയാക്കി രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുക ആദ്യം, പിന്നെ സത്വഗുണത്തെ വർദ്ധിപ്പിച്ച് സത്വഗുണത്തെ സത്വഗുണം കൊണ്ടും ജയിച്ച് നിർഗുണാവസ്ഥയിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് ബോധിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ആസക്തികള്, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുള്ള ആസക്തിയാണ് ഏറ്റവും വലിയ ആസക്തി. അതില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ആ ആസക്തിയെ ജയിച്ച അയിളന്റെ കഥ വിവേകം ചെയ്ത് ഉർവശിയുടെ തന്നെ ദുർവാക്ക് കേട്ടപ്പോൾ അതുകൊണ്ട് ചിന്തിച്ച് വിചാരം ചെയ്ത് ആ ശരീരത്തിൽ എന്തൊക്കെയുള്ളതെന്ന് വിഘടിപ്പിച്ചപ്പോൾ ഒക്കെ വൃത്തികെട്ടതാണെന്ന് മനസ്സിലാക്കി മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിച്ച അദ്ദേഹം ഉയർന്നു വന്നു.
അപ്പൊ ആസക്തികൾ ഇല്ലാതെയാവാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ള വഴി സാഖ്യയോഗത്തെ ശീലിക്കലാണ്. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അവതരിപ്പിക്കുന്ന സാഖ്യയോഗം, കപില മഹർഷി അവതരിപ്പിച്ച സാഖ്യയോഗം സൃഷ്ടിക്രമത്തിലാണ്. ഇവിടെ അവതരിപ്പിച്ച സാഖ്യയോഗം ലയക്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നശിക്കുന്നതൊന്നും നമുക്ക് നോക്കുക. ഒരു തരത്തില് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മരിച്ചു എങ്കിൽ പോയിട്ടൊന്ന് കാണുക, സന്തോഷമായി കാണണം എന്നല്ല പറഞ്ഞത്. അതൊക്കെ ഒന്ന് നിരീക്ഷിക്കുക കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ ശരീരം ഒരു ദിവസം വീണു പോകേണ്ടതെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നിരീക്ഷിക്കുക. അങ്ങനെ നാശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ആത്യന്തികമായിട്ട് ഇതൊന്നും നശിക്കുന്നില്ല എന്ന് ബോധ്യവും. ഓരോന്നിലേക്ക് ലയിച്ച് അവസാനം ആത്യന്തികമായിട്ട് എല്ലാം ഭഗവാനിലേക്കാണ് ലയിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ എല്ലാം ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള ലയക്രമത്തിലുള്ള സാഖ്യയോഗത്തെ ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ദിവസം ഇല്ലാതെയാവൂലോ എന്നുള്ള ഭയം ഇല്ലാതെയാവും. എല്ലാത്തിനും ആധാരമായിട്ടുള്ള നിത്യസത്യസ്വരൂപനായിട്ടുള്ള ആത്മസ്വരൂപനാണ് ഞാൻ എന്ന് ബോധ്യമായി തരും. അപ്പൊ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ആത്മാസാക്ഷാത്കാരത്തിലേക്ക്, ആനന്ദത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ ഐളഗീതയും വർണ്ണിച്ച് നമുക്ക് ഇല്ലാതെയാക്കാൻ, ആസക്തികളെയൊക്കെ ഇല്ലാതെയാക്കാൻ എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഭജിക്കുക തന്നെ. അങ്ങനെ പറഞ്ഞ് ആ പൂജാവിധി, നമ്മളൊക്കെ ഒരു ദിവസം ഇവിടെ അനുഷ്ഠിച്ചതായിട്ടുള്ള പൂജാവിധിയെ വർണ്ണിച്ച് അവസാനം ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ തൃപ്പാദമല്ലാതെ എനിക്ക് വേറെ ശരണമില്ല. കൈകൂപ്പൽ പോലും അങ്ങനെയാണ്. കൈകൂപ്പാൽ പോലും നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ മുറുക്കി പിടിച്ചു സങ്കല്പിച്ചുകൊണ്ട്, വീണ്ടും നമസ്കരിക്കുമ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങളെ മുറുക്കി പിടിച്ചു സങ്കല്പിച്ചുകൊണ്ടൊക്കെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എൻ്റെ ഹൃദയം തന്നെ ഭഗവാന്, ഹൃദയമാകുന്ന താമരപുഷ്പം ഭഗവാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിലാവാം. അങ്ങനെ ആ പൂജയുടെ കാര്യങ്ങള്, പൂജയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാലുള്ള മഹത്വം, ക്ഷേത്രങ്ങളിലെ പൂജാകാര്യങ്ങള്, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഉദ്യാനങ്ങള് അല്ലെങ്കിൽ ജലാശയങ്ങള്, ഇതൊക്കെ പണിയുന്നതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഉപാസനയിലൂടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വന്ദിക്കാനും തോന്നില്ല, നിന്ദിക്കാനും തോന്നില്ല. ലോകേ ചരതി സൂര്യവത്, സൂര്യനെ പോലെ എല്ലാത്തിൻ്റെയും സാക്ഷ്യഭാവത്തിലേക്ക് എത്താൻ കഴിയും. അത് ആരോടും പറയില്ലെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ആരോടും പറയില്ലെങ്കിൽ അതെന്താ? പണ്ടൊക്കെ ഈ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങള് കുറച്ചുകൂടി ഈ അവിടെയുള്ള സംഘാടകരായിട്ടും നാട്ടുകാരായിട്ടും കുറച്ചുകൂടി ഇങ്ങനെ ഇടപഴകാറുണ്ട്. ഒറ്റക്ക് പേര് ചോദിക്കുക, നാളെ ചോദിക്കുക, അങ്ങനെ നാളില്ല, പേര് ചോദിക്കുക, ഫോൺ നമ്പറോ ഒക്കെ ചിലപ്പോൾ ചോദിക്കുക, ഞങ്ങൾ കൊടുക്കൊക്കെ പതിവുണ്ട്. ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഒന്നാമതും മൊബൈലിൽ സ്ഥലമില്ലാതെയായി, അതൊരു കാര്യം. പിന്നെ ഇവിടുന്ന് ഒരു 10-100 പേരുടെ നമ്പർ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ മറക്കും. പിന്നെ എന്തിനാ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കാര്യം? അതുകൊണ്ടും ചോദിക്കാൻ കുറച്ചു. അത് മാത്രല്ല, സപ്താഹം നന്നാവില്ല. അതെന്താ കാരണം? ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രഭാഷണത്തിരിക്കുമ്പോൾ ഇയാളാണ്, ഇതല്ലേ ഓർമ്മ വരിക. നേരെ മറിച്ച് ഇതൊന്നും കേട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഗുണവും ദോഷമൊക്കെ ഉണ്ടാവും, അല്ലാത്ത ഒരാളും ഇല്ല. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഒരാൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കാണുമ്പോൾ അയാളാണല്ലേ ആ പ്രശ്നക്കാരൻ, പിന്നെ നേരാവണ്ണം പ്രഭാഷണം നടത്താൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ഭഗവത് സ്വരൂപന്മാരാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഉപകാരമാണ്. അതുകൊണ്ട് ആരെയും പ്രശംസിക്കാനും പോകണ്ട, നിന്ദിക്കാനും പോകണ്ട. പ്രശംസിച്ചൂടെ? ഒന്നും വേണ്ട. എന്തിനാ പരസ്വഭാവ കർമാണെന്ന പ്രശംസയെന്ന ഗൃഹയെ. ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തെ തന്നെ നമ്മൾ വിലയിരുത്തുക. നമ്മുടെ പ്രശ്നങ്ങളെ ഒന്ന് ആത്മവിമർശനം ആവാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർന്നു വരാനുള്ള വിമർശനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, സ്വയം വിലയിരുത്തിക്കൊണ്ട്, ഞാൻ എത്രത്തോളം ഉയർന്നു വരുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ, എൻ്റെ ഈ സാധന കൊണ്ട് ഞാൻ ഒരു അടിയെങ്കിലും മുമ്പിലേക്ക് വരുന്നില്ലെങ്കിൽ ഇനി ഇത് നിർത്തല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ വീണ്ടും വിചാരം ഉണ്ടാവട്ടെ. നമ്മളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നേറാൻ കഴിയട്ടെ. ലൗകികമായ രീതിയിൽ ഇപ്പൊ മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനല്ലാത്ത പലതിലും ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയാണ് ബന്ധത്തിന് കാരണം. അത് മാറ്റിയെടുക്കലാണ് മുക്തി എന്ന് പറഞ്ഞു. ഇത് ലൗകികമായ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
അതെന്താ? എനിക്കില്ലാത്തതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വെറുതെ എന്തിനാ നമ്മൾ. ഇപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാ ദിവസവും 1 വീതം 3 നേരം ഓരോ കച്ചേരി നടത്തിയാലോ അവിടെ ഇരുന്നിട്ട്? ഞാൻ പിന്നെ തല്ലുകൊള്ളാതെ പോകും ഇവിടുന്ന്? ഞാൻ നടത്തില്ല. എന്തുകൊണ്ട്? എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അതുകൊണ്ട് ചെറിയ ചെറിയ വല്ല കീർത്തനങ്ങളൊക്കെ ചെല്ലാന്നല്ലാതെ, അതും എനിക്ക് ഒട്ടും എന്നോട് എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്, പാട്ട് പാടരുത്, പറ്റുകയാണെങ്കിൽ എഴുതി തന്നോളൂ, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല, പാട്ട് പാടരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിരുത്തിയിട്ട് കഴിവതും പാടാറില്ല. ഇനി പാടുണ്ടെങ്കിൽ 10-20 കൊല്ലമായിട്ട് തന്നെ പാടി 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 കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ചത് മാത്രം, അതിനപ്പുറത്തും ഇപ്പുറത്തും നോക്കാറില്ല. പറ്റാത്ത കാര്യം ഇതൊന്നും തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് എന്താണുള്ളത്, നമ്മൾ ആരാണ് എന്ന് നമ്മുടേതായ ഒരു തിരിച്ചറിവ്, ഇതന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നുകൂടി ഉയർന്ന തലത്തിൽ ഞാൻ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയലാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം നമുക്കുള്ള ഈ ലൗകികമായ രീതിയിൽ നമുക്കുള്ള കുറവുകൾ തിരിച്ചറിയുക, അത് ഒഴിവാക്കാൻ നോക്കുക. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും, ഒന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും വലിയ ഗുണം എന്താ? നമ്മളൊക്കെ ആത്മസ്വരൂപന്മാരാണ്, അമൃതസ്വരൂപന്മാരാന്നുള്ള വലിയ കാര്യങ്ങൾ ബോധിച്ച് അതങ്ങോട്ട് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലോ നമുക്ക് പിന്നെ എന്താ നമുക്ക് നേടാൻ കഴിയാത്തത്? എല്ലാം നേടാൻ കഴിഞ്ഞു. ഈ രീതിയിൽ ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നാക്കം പോയി കഴിഞ്ഞാലോ ഏറ്റവും വേഗത്തിൽ ഉയർന്നു വരാനായിട്ട് സാധിക്കും. അതാണ് ഭാഗവധർമ്മം. കുര്യാൽ സർവാണി കർമാണി മദർത്ഥം ശനകൈ സ്മരൻ. എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കൂ, അത് ഭാഗവധർമ്മം. ഇന്നലെ കേട്ടതല്ലേ? എന്താ? കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈ സ്മരൻ. ഇതിന് വേറെ എന്താ? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരു ശ്ലോകം ഉണ്ടല്ലോ. അതെന്താ? എല്ലാ ദിവസവും നിർത്താറാവുമ്പോൾ അതും പറഞ്ഞിട്ട് നിർത്തുക. കായേന വാച, അതന്നെയാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ എന്ന ആദ്യത്തെ ഉപദേശത്തില് ഏകാശത്തിലുണ്ട്. ഓരോ പ്രകടനത്തിലും അത് ആവർത്തിച്ച് വന്ന് അവസാനം ഉദ്ധവനോട് പറയുന്നു, കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈ. കുര്യാത്ത് ചെയ്യൂ, മദർത്ഥം എനിക്കായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും സമ്പത്തും എല്ലാം ഭഗവാനെ കൊണ്ട് സമർപ്പിക്കുമെന്ന്. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജാഗ്രതയിലുള്ള കാര്യം തന്നെ സ്വപ്നത്തിലുണ്ടാവുള്ളൂ. പിന്നെ സുഷുപ്തി ജയിക്കാൻ പറ്റും നമുക്ക്. ജ്ഞാനം ഉദിക്കുമ്പോൾ ആ തുരീയാവസ്ഥയിലേക്ക് എത്താൻ കഴിയും നമുക്കെന്ന്. ആ തുരീയാവസ്ഥയിലേക്ക് എത്തൽ തന്നെയാണ് എന്ത്? ആ ബ്രഹ്മോപദേശത്തിലൂടെ സാധിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവജ്ഞാനം. അത് എളുപ്പത്തിൽ നമുക്ക് ഒരു നവീന മാർഗം തുറന്നു തന്നിരിക്കുകയാണ് ഭാഗവതധർമ്മം എന്നുള്ള രീതിയിൽ. ഭക്തന്മാരുമായി കൂടിച്ചേർന്ന് നാമസങ്കീർത്തനാദികളിൽ ഏർപ്പെട്ട് ഭഗവാന്റെ പൂജാദികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗകെ അക്രൂരെ ക്രൂരകേ ജൈവ സമദൃക്കായിട്ട് മാറാൻ കഴിയും. എല്ലായിടത്തും ഒരേപോലെ ബ്രാഹ്മണെന്നോ ക്ഷത്രിയെന്നോ വൈശ്യെന്നോ ശൂദ്രെന്നോ ഭേദബുദ്ധിയില്ലാതെ, അക്രൂരെന്നോ ക്രൂരെന്നോ ഭേദബുദ്ധിയില്ലാതെ എല്ലായിടത്തും ആ ആത്മസ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അമൃതത്വായ കൽപ്പതയെ അമൃതാവസ്ഥയിലേക്ക് എത്താനായി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി വലുതും കേൾക്കാനുണ്ടോ ചോദിച്ചു നിർത്തിയപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമേശ്വരനായിട്ടുള്ള അഥവാ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് ഒരു കൂട്ടുകാരനെ പോലെ വേണ്ടതൊക്കെ ഉപദേശിക്കുന്നത്. ഈ ഉദ്ധവനാണെങ്കിൽ 10-27 ചോദ്യങ്ങളാ, ഒരു ക്ഷമയില്ല, അക്ഷമനായിട്ട് എത്ര മറുപടിയാണ് അങ്ങ് പറഞ്ഞു തന്നത്. ഒരു കൂട്ടുകാരനെ പോലെ എത്ര ചോദിച്ചിട്ടും മടുപ്പില്ലാതെ എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തന്നു. ആ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അടുത്തിരിക്കുന്ന സമയത്ത് നീ എന്താ ഞാൻ കേൾക്കേണ്ടത്? ഒന്നും കേൾക്കേണ്ടതായിട്ടില്ല എന്ന് പറയാനായിട്ട് പുറപ്പെട്ടതാണ്. പക്ഷെ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. കണ്ഠമിടറി കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ ഭഗവാന്റെ പാദാരവിന്ദത്തിലേക്ക് വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ആ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദത്തെ കഴുകിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അജ്ഞാനാന്ധകാരം മുഴുവൻ നീങ്ങിയിരിക്കുന്നു, സ്വജനപക്ഷപാതം മുഴുവൻ മാറിയിരിക്കുന്നു, ഞാൻ കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു, ഭഗവാന്റെ ദിവ്യമായ ജ്ഞാനപ്രകാശം എനിക്ക് അനുഭവമായി കഴിഞ്ഞിരിക്കുന്നു. ന ഉദ്ധവമക്കോളൂ ഗച്ഛോദ്ധവ മയാദിഷ്ടോ മദരിയ അഖ്യം മമാശ്രമം. എൻ്റെ സ്വന്തം ആശ്രമമായിട്ടുള്ള ബദ്രീനാഥിലേക്ക് പൊക്കോളൂ. അങ്ങോട്ടുള്ള യാത്ര തന്നെ ഹൃദയസ്പർശിയാണ്.
സത്സംഗത്തിന്റെ സ്ഥാനമാണ് ബദ്രിനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനത്തിന്റെ സ്ഥാനമാണ്, തപസ്സിന്റെ സ്ഥാനമാണ് ബദ്രിനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങോട്ട് പൊക്കോളൂ. പോകുന്ന വഴിക്കുള്ള ആ അളകനന്ദ നദീതീരത്തിലൂടെ യാത്ര തന്നെ ഹൃദയസ്പർശിയാണ്. കളകളാരവത്തോടുകൂടി ഒഴുകി വരുന്ന അളകനന്ദയെ കണ്ടാ മതി, ഹൃദയം ശുദ്ധമായി തീരും. അവിടെ എത്തി കിട്ടിയ ഭക്ഷണം കഴിച്ചുകൊണ്ട്, കിട്ടിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, വേണ്ട രീതിയിൽ ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അമൃതത്വായ കൽപ്പത്തി ആ അമൃതാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, ഒന്നായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പൊക്കോളൂ. അപ്പോഴാണ് ഭഗവാന്റെ സഗുണ സാകാര വിഗ്രഹത്തെ വിട്ടുപിരിയേണ്ട സമയമായി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ രതിസ്യാദനപായിനി. ഇന്നലെ അവസാനം പ്രഭാഷണം നടത്തിയ ആചാര്യം പറയണ്ടായി രതിസ്യാദ് അനപായിനി എന്ന്. അല്ലെങ്കിൽ ഇതൊക്കെ നമസ്കരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നമസ്കരിച്ചപ്പോൾ ഈ ഉദ്ധവസ്വാമികള് അല്ലെങ്കിൽ ഉദ്ധവൻ ഭഗവാൻ മധുരയിൽ വന്ന 10-12 വയസ്സുള്ള അന്നു മുതൽ ഭഗവാന്റെ കൂടെയുള്ള സഖാവാണ്. ആ ഉദ്ധവനാണ് ഭഗവാനെ വിട്ടുപിരിയേണ്ട ഒരു ഘട്ടം വന്നത്. മധുരയിൽ വന്ന ഉടനെ തന്നെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദ്വാരകയിൽ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് ഉദ്ധവൻ പോകുണ്ടായി. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ കഴിയാത്ത അച്ഛനെയും അമ്മയെയും കണ്ടുമുട്ടി. ഞങ്ങൾക്ക് കണ്ണടയുന്നതിന് മുമ്പ് കണ്ണനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള ആഗ്രഹമായിരിക്കുന്ന നന്ദഗോപരെയും ഒരു അക്ഷരം പോലും ഇണ്ടാൻ കഴിയാതെ കണ്ണിന്ന് ഒഴുകുന്ന കണ്ണുനീര്, സ്ഥലങ്ങളൊക്കെ തന്നെ ഒഴുകുന്ന ആ മാതൃവാത്സല്യത്തിന്റെ പ്രതീകമായിട്ടുള്ള യശോദമ്മയെ കണ്ടുമുട്ടി. പിന്നെയാണ് ഗോപിമാരെ കണ്ടത്. അവരാദ്യം ദേഷ്യപ്പെട്ടാ വന്നത്. പിന്നെ വൃന്ദാവനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുപോയി അവര് ഉദ്ധവനെ കൃഷ്ണന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ ഓരോന്നും കാണിച്ചു കൊടുത്തു. അവര് പൊട്ടിക്കരയുന്നുണ്ട്. ഞങ്ങളെ എങ്ങനെയാ കൃഷ്ണനെ മറക്കുന്നത്? കഥം തം വിസ്മരാമഹേ. ഞങ്ങൾക്ക് കൃഷ്ണനെ മറക്കാൻ കഴിയുന്നില്ല. വൃന്ദാവന മതും ഗോവർദ്ധന മതും എന്ത് കണ്ടാലും ഞങ്ങൾക്ക് കൃഷ്ണനെ ഓർമ്മ വരുന്നു. എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ? എങ്ങനെയാ ഞങ്ങൾ കൃഷ്ണനെ മറക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഗോപിമാരെ അന്ന് കാണുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയാ ഞങ്ങൾ കൃഷ്ണനെ മറക്കേണ്ടത്? ഉദ്ധവന്റെ കയ്യിൽ വല്ല മരുന്നുണ്ടോ? കൃഷ്ണനെ മറക്കാൻ വല്ല മരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് ആ ഉദ്ധവൻ അന്ന് പ്രേമവതികളായിട്ടുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപിമാരുടെ ഒക്കെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം. നമസ്കരിച്ചു പോരുമ്പോഴാണ് ഗോപാദയോനു നന്ദാദയോനുരാഗേണ പ്രാവോചൻ അശ്രുലോചന. നന്ദഗോപുരെ, യശോദമ്മ, ഗോപന്മാരെ, ഗോപിമാരെ, പശുക്കള് എല്ലാവരും തിക്കി നിൽക്കുക. കണ്ണുനിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. എന്തിനാ അവർക്ക് സങ്കടം വന്നത്? ഉദ്ധവൻ പോവായില്ലേ? ഈ എന്നാ ഉദ്ധവനെ പോലുള്ള ആചാര്യന്മാരെ കാണുക? ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. കൃഷ്ണനെ സ്മരണ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം പിളർക്കുന്നുണ്ട്. അതിന് ഒരു ആശ്വാസം വന്നത് കൃഷ്ണന്റെ സന്ദേശമായിട്ട് വന്ന ഉദ്ധവന്റെ വാക്കുകളെ കൊണ്ടാണ്. ഉദ്ധവന്മാരായിട്ടുള്ള മഹാത്മാവിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും ഭഗവാൻ വീണാണ് നമസ്കരിച്ചുകൊണ്ട് അവരൊക്കെ അന്ന് പ്രാർത്ഥിച്ചു, രതിർന്ന കൃഷ്ണ ഈശ്വരേ, ഞങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ മറക്കേണ്ടി വരരുതേ എന്ന്. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ കഴിയാത്ത വൃന്ദാവനവാസികൾ അന്ന് പ്രാർത്ഥിച്ചു, രതിർന്ന കൃഷ്ണ ഈശ്വരേ എന്ന്. ആ പ്രാർത്ഥനയാണ് ഉദ്ധവൻ കടമെടുത്തത്. നമോസ്തുതേ രതിസ്യാത് അനപായിനി. അനപായിനിയായിട്ടുള്ള രതി ഭഗവാനിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നത്. ഒരു തവണയല്ല, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നുണ്ട്. ഉദ്ധവൻ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. സുദുസ്ത്യജ സ്നേഹവിയോഗ കാതര. ലൗകിക സ്നേഹബന്ധങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എങ്കിൽ എങ്ങനെ കഴിയും ഈ സഗുണ സാകാര സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ സഗുണ സാകാര വിഗ്രഹത്തെ ഉപേക്ഷിക്കാനായിട്ട്? കുറച്ച് ബുദ്ധിമുട്ടി. ഉദ്ധവന് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാണ് തന്റെ മെതിയടി കൊടുത്തയച്ച് അയക്കുന്നത്. ആ മെതിയടിയും പട്ടിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് മാർത്ത് ചേർത്ത് വെച്ച് ഇനി തിരിഞ്ഞു നോക്കാൻ വയ്യാന്ന് ഉറപ്പായപ്പോഴാണ് ഹൃദയത്തിലേക്ക് ഭഗവാനെ വാരിയെടുത്തുകൊണ്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നാമസങ്കീർത്തനവുമായിട്ട് അവിടുന്ന് യാത്രയാവുന്നത്. അങ്ങനെ യാത്രയായി ഹൃദയം പിളർക്കുന്ന വേദനയുണ്ട്. എന്നാലും ഹൃദയത്തിലേക്ക് ഭഗവാനെ വാരിയെടുത്തുകൊണ്ടാണ് യാത്രയായത്. പിന്നെ സജ്ജനങ്ങളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. യമുനാ തീരത്തെത്തി ഭഗവത് സ്മരണ ഉണ്ടാക്കി. പിന്നെ ജ്ഞാനഗംഗയുടെ തീരത്തിലേക്ക് പോയി.
അങ്ങനെ പോയി ക്രമേണ ബദ്രീനാഥിൽ എത്തിച്ചേർന്ന് ഭഗവത് പദത്തെ പ്രാപിക്കുന്നു ഉദ്ധവൻ. ജഗത് ഏകബന്ധുന, ബാക്കിയുള്ളവരൊക്കെ എല്ലാ ബന്ധുക്കളും നമുക്ക് പ്രിയപ്പെട്ടവരും ഒക്കെ ആണെങ്കിലും അവരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോവും. അച്ഛനും പോവും, അമ്മയും പോവും, ഗുരുനാഥന്മാരും പോവും, അതുപോലെ സഹോദരന്മാരും പോവും, ഭാര്യയും പോവും, ഭർത്താവും പോവും, കുട്ടികളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ ഉപേക്ഷിക്കാത്തൊരു ഒറ്റ ബന്ധുവേ ഉള്ളൂ. അതാരാ? ജഗത് ഏകബന്ധുന, ജഗത്തിന്റെ ഏകബന്ധുവായ ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിച്ച പിന്നെ നമ്മളില്ല. നമ്മളിൽ നമ്മളായിരിക്കുന്ന ആത്മസ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാനിലേക്കാണ് നമ്മുടെ കൂടെയുള്ള ആള് ഭഗവാൻ തന്നെയാണ്. ഹൃദിസ്ഥ ഭഗവാൻ ശരിക്കും ആരാണ്? ഹൃദിസ്ഥ, ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ നമ്മുടെ വിചാരം എന്താ? ദൂരെ ഗുരുവായൂരപ്പന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും അറിയാതെ വന്നു പോകുന്നതാണ്. പ്രഭാഷണത്തിൽ പണ്ട് ശീലിച്ച ചില കാര്യങ്ങളാണത്, അബദ്ധങ്ങളാണെന്ത്? ഗുരുവായൂരപ്പന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നല്ല, ദൂരെ ഇരിക്കുന്ന ഭഗവാന്റെ കാര്യം. ശരിക്കും ഭഗവാൻ എവിടെയാ? ഹൃദിസ്ഥ. പക്ഷെ നമ്മുടെ അനുഭവം എങ്ങനെയാപ്പോ? അതിദൂരസ്ഥ, ദൂരെ ഇരിക്കുന്ന പോലെയാണ്. അതങ്ങനെ മാറ്റിയെടുക്കാനാണ് ഈ സാധന കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. ഓരോ കർമ്മങ്ങളും ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. അതെന്ന് നമ്മുടെ കൂടെയുള്ള, നമുക്ക് എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ടുള്ള ഭഗവാന് നമുക്ക് അനുഭവമായി തീരും. അതാണ് നമുക്ക് ഈ യജ്ഞം കൊണ്ട് സാധിക്കേണ്ടത്.